നമീബിയ 100 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ വരൾച്ചയിലൂടെയും ഭക്ഷ്യക്ഷാമത്തിലൂടെയുമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത വരൾച്ചയും പട്ടിണിയും അകറ്റാനായി നമീബിയൻ ജനത പോരാടുകയാണ്. തങ്ങളുടെ ജനത നേരിടുന്ന പട്ടിണിക്ക് പരിഹാരം കണ്ടെത്താനായി വന്യമൃഗങ്ങളെ കൊന്ന് മാംസം വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് നമീബിയൻ സർക്കാർ. ജനങ്ങളുടെ ദുരവസ്ഥയെ തുടർന്ന് ഗത്യന്തരമില്ലാതെയാണ് സർക്കാർ ഈ കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത്. നമീബിയയിലെ ജനസംഖ്യയുടെ പകുതിയോളം, അതായത് 1.4 ദശലക്ഷത്തോളം ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ടെന്നാണ് UN-ന്റെ കണക്കുകൾ പറയുന്നത്. നിലവിലെ വരൾച്ചയും പട്ടിണിയും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പോഷകാഹാരക്കുറവിനും മരണത്തിനും ഇടയാക്കുന്നുണ്ടെന്നാണ് UN-ന്റെ കണക്കുകളിൽ പറയുന്നത്. 723 വന്യമൃഗങ്ങളെ കൊന്ന് അവയുടെ മാംസം വരൾച്ച മേഖലയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെ കൊല്ലുന്നത് വന്യമൃഗങ്ങളുടെ ജനസംഖ്യയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് അധികൃതർ പറയുന്നത്. സ്വാഭാവിക ജലസ്രോതസ്സുകൾക്ക് ഹാനികരമായ രീതിയിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലെ മൃഗങ്ങളെയാണ് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ വേട്ടക്കാരും സർക്കാർ അനുമതിയുള്ള കമ്പനികളും ചേർന്നാണ് മൃഗങ്ങൾക്കായുള്ള വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. 56,800 കിലോഗ്രാമിൽ കൂടുതൽ മാംസമാണ് ഈ മൃഗവേട്ടയിലൂടെ പരിസ്ഥിതി മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ദേശീയ പാർക്കുകളിൽ നിന്നും രാജ്യത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും മൃഗങ്ങളെ ഇതിനായി കൊണ്ടുപോകുന്നുണ്ട്. 30 ഹിപ്പോകൾ, 60 എരുമകൾ, 50 ഇംപാലകൾ, 100 നീല കാട്ടുപോത്തുകൾ, 300 സീബ്രകൾ, 83 ആനകൾ എന്നിവയാണ് വേട്ടയാടി കൊല്ലാൻ പോകുന്നത്. നമീബ് നൗക്ലഫ് പാർക്ക്, മങ്കേട്ടി നാഷണൽ പാർക്ക്, ബാബ്വാട്ട നാഷണൽ പാർക്ക്, മുതുമു നാഷണൽ പാർക്ക്, എൻകാസ രൂപാര നാഷണൽ പാർക്ക് എന്നീ പാർക്കുകളിൽ നിന്നുള്ള മൃഗങ്ങളെയാണ് വേട്ടയാടുന്നത്. നമീബിയൻ പൗരന്മാരുടെ ഉന്നമനത്തിനായി സ്വന്തം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാൻ ഭരണഘടനാപരമായ അനുമതിയുണ്ടെന്നും അതിനാലാണ് ഇത്തരമൊരു നീക്കമെന്നും പരിസ്ഥിതി മന്ത്രാലയം പറയുന്നു. അതുമാത്രമല്ല, ഇത്രയും രൂക്ഷമായ വരൾച്ചയെ നേരിടുമ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറയുന്നു. രാജ്യത്ത് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആനകളുടെ എണ്ണം കുറയ്ക്കേണ്ടതുണ്ടെന്നും പരിസ്ഥിതി മന്ത്രാലയം പറയുന്നുണ്ട്. ഈ കൊടും പട്ടിണിയിലേക്ക് രാജ്യം എത്തിപ്പെട്ടതിൻ്റെ പ്രധാന കാരണം വരൾച്ചയാണ്. 2024 തുടക്കത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലുടനീളം വരൾച്ച ആരംഭിക്കുന്നത്. മെയ് മാസത്തോടെ നമീബിയ വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയായിരുന്നു. പസഫിക് സമുദ്രത്തിൽ ജലം ചൂടാകുകയും ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ രീതികൾ താളം തെറ്റുകയും ചെയ്യുന്ന കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോയാണ് നമീബിയയിലെ വരൾച്ചയ്ക്ക് കാരണമായതെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. വരൾച്ച അവിടുത്തെ ജനജീവിതത്തെ തകിടം മറിച്ചുവെന്ന് വേണം പറയാൻ. എന്തെന്നാൽ രാജ്യത്തെ മിക്ക വീടുകളും കാർഷിക വിളകളെയും കന്നുകാലികളെയും ആശ്രയിച്ചായിരുന്നു കഴിഞ്ഞു പോന്നിരുന്നത്. മഴയുടെ അളവ് കുറഞ്ഞത് കാർഷിക മേഖലയെ ഒന്നാകെ ബാധിച്ചു. മാത്രമല്ല, രാജ്യത്തെ വിലക്കയറ്റത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കും തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നതിനും വരൾച്ച കാരണമായി മാറി. ഇതിനു മുൻപുള്ള വർഷങ്ങളിലും രാജ്യത്ത് വരൾച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2013-നും 2019-നും ഇടയിൽ 3 തവണയാണ് അധികൃതർ വരൾച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന വരൾച്ച രാജ്യത്തെ ഭക്ഷ്യോൽപാദനത്തെ ബാധിക്കുകയാണ് ഉണ്ടായത്. ഈ പട്ടിണിക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്നോണമാണ് ഈ വേട്ടയാടൽ രീതി നടപ്പിലാക്കുന്നത്. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.